എന്തായാലും ഷാനവാസ് പറഞ്ഞതൊക്കെ വളരെ ചീപ്പായുള്ള കാര്യങ്ങളാണ്. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് പക്വതയും ഇരുത്തും എല്ലാവർക്കും നല്ലൊരു മാന്യത തോന്നിയിരുന്ന വ്യക്തിയായിരുന്നു ഷാനവാസ്. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ക്ഷമിക്കണം. ബിഗ് ബോസിൽ പോയി വെച്ചിട്ട് നമ്മൾ അത്രയും തരം താഴാതെ ഒന്ന് നോക്കേണ്ടതായിരുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ വില കാണും, അതൊക്കെ കളഞ്ഞു കുളിച്ചു. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഏത് സമയത്താണ് ആരോടാണ് പറയേണ്ടതെന്നുള്ള ഒരു നിലകളൊക്കെ വിട്ടു. മോഹൻലാൽ പറഞ്ഞാൽ യാതൊരു വക തെറ്റില്ല. ഒരു ഇരുത്തം വന്നൊക്കെ പ്രകൃതമായില്ലേ. നമ്മൾ എത്ര ചീപ്പ് വർത്താനം പറയാനായിട്ടും നമ്മളൊന്ന് കൺട്രോൾ പാലിക്കുകയാണെങ്കിൽ, ഒന്ന് ക്ഷമിക്കുകയാണെങ്കിൽ നമുക്കൊക്കേനും പിടിച്ചു നിൽക്കാൻ പറ്റും. ഇത് വായെ തോന്നുന്നത് മുഴുക്കനും പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വില മുഴുക്കനും നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മളത് പിന്നെ ഒരു സോറി പറയുന്നത്. ഒന്ന് ക്ഷമിക്കുക, ഒന്ന് ആലോചിക്കുക. അങ്ങനെ സംസാരിച്ചു കൊണ്ട് നമ്മുടെ കളിയിൽ നല്ല കളി കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആൾക്കൊരു ഡിമാൻഡ്. ആ സാബുമോനൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികളല്ലേ, നിങ്ങളെക്കാൾ എത്ര താഴെയുള്ള കുട്ടിയവൻ. അവനും ഭക്ഷണത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവനൊരു തിക്കും തിരക്കും കാണിക്കുന്നില്ലല്ലോ. എവിടെ അല്ലെങ്കിലും ഏറ്റവും മുതിർന്ന ആളാണ് ഈ ഷാനവാസ് അല്ലേ. എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാ. എല്ലാവർക്കും നല്ല വിഷമമുണ്ട് നമ്മുടെ വീട്ടിലത്തെ ഭക്ഷണം കിട്ടാണ്ടും. അതുപോലെ തന്നെ വിശപ്പ് എന്താണെന്നുള്ളത് അവർക്ക് ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം തീരില്ലാണ്ടല്ല, എങ്കിലും ഓരോ നല്ല ഫുഡ് കിട്ടുമ്പോഴും എല്ലാവർക്കും കഴിക്കുന്ന ആഗ്രഹമുണ്ടാവും. അപ്പം നമ്മൾ എന്താ വേണ്ടത്, 12-15 പേരുണ്ട്, എല്ലാവർക്കും തുല്യമായിട്ടത് വിളമ്പി എല്ലാവർക്കും എത്തിക്കാനുള്ളൊരു മനോഭാവം എല്ലാവരും കാണിക്കുക. ഇതൊക്കെ ഭക്ഷണം കാണുമ്പോഴേക്കും ആർത്തി പിടിച്ചിട്ട് തെരുവിലുള്ള ആൾക്കാർക്ക് പോലും ഇത്രയും ആക്രാന്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സത്യമാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ അത്രയ്ക്കും ചീപ്പായിട്ടാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അലതല്ലിക്കരയുന്നത്. ക്ഷമയുള്ളവരും അവിടെ ഉണ്ട്, ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ക്ഷമയൊക്കെ പാലിക്കുക. സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും തിടുക്കം കാണിക്കുന്നതിലും ഒന്ന് ക്ഷമയൊക്കെ കാണിക്കുക. എന്നിട്ട് കളിച്ച് മുന്നോട്ട് ജയിച്ച് കപ്പ് കൊണ്ടുവരാൻ നോക്ക്. എല്ലാവരുടെ മനസ്സിലും നല്ല കഴിവുകളും ഇതൊക്കെയുള്ള ആ കുട്ടികളൊക്കെ ഒരു നിമിഷം നേരം കൊണ്ട് എല്ലാം ചീപ്പായിട്ട് ആളുടെ മാന്യത വരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കും മക്കളെ. ഇരുത്തം വന്നവരൊക്കെ ഇത്രയും ചെറിയ കുട്ടികളായിട്ട് ഇപ്പോൾ സാമൂഹ്യനും മറ്റുള്ളവരും ഒക്കെ ഉള്ളു. ആരിനിപ്പോൾ ഒരു ഇരുത്തം വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഭക്ഷണം കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പഠിത്തില്ല. എല്ലാവർക്കും കിട്ടണം, എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അത് നമ്മൾ ചിന്തിക്കുക. ലാലേട്ടൻ പറഞ്ഞാൽ യാതൊരു വക തെറ്റില്ല കേട്ടോ. അത് നല്ല വശമായിട്ട് കാണാം എല്ലാവരും. ഹരേ കൃഷ്ണ.